അമേരിക്കയുടെ സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്കിൽ മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജനുമായ സൊഹ്റാൻ മംദാനിക്കാണ് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം. സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കർട്ടിസ് സ്ലിവയുമാണ് എതിർപക്ഷത്തുള്ളത്. നിലവിലെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന മംദാനി ട്രംപിന്റെ പ്രധാന എതിരാളി കൂടിയാണ്. 2026 അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ആകാംക്ഷയേറെയും ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിലാണ്. ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടികൾ തമ്മിൽ കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സാധ്യതകളേറെയും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മംദാനിക്കാണെന്നാണ് റിപ്പോർട്ടുകൾ. അഭിപ്രായ സർവേകളിലും മേൽക്കൈ സൊഹ്റാൻ മംദാനിക്ക് തന്നെയാണ്. സർവേകളിലെ കണക്കുപോലെ തെരഞ്ഞെടുപ്പിൽ മംദാനി വിജയിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ പരിക്കേൽപ്പിക്കും. ട്രംപിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ എന്നും കടുത്ത ഭാഷയിൽ വിമർശിച്ച വ്യക്തിയാണ് മംദാനി. മംദാനിയുടെ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിരന്തരം ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഗാസയിൽ നരഹത്യയ്ക്ക് നേതൃത്വം നൽകുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നടക്കം മംദാനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രംപ് ഭരണകൂടത്തെ നിരന്തരം വിമർശിക്കുന്ന മംദാനിയുടെ മത്സരത്തിൽ റിപ്പബ്ലിക്കൻ ക്യാമ്പിലും ആശങ്കകളേറെയാണ്. ഡെമോക്രാറ്റിക് ശക്തി കേന്ദ്രമായ ന്യൂയോർക്കിൽ മറ്റൊരു അട്ടിമറിക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ മംദാനിയുടെ വിജയം ഏറെക്കുറെ ഉറപ്പുള്ളതാണ്. സൊഹ്റാൻ മംദാനിക്ക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇതിനോടകം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് മുൻ ഗവർണറും ഡെമോക്രാറ്റുമായിരുന്ന ആൻഡ്രൂ ക്യൂമോ ആണ് സൊഹ്റാൻ മംദാനിയുടെ പ്രധാന എതിരാളി. ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ക്യൂമോയെ പരാജയപ്പെടുത്തിയാണ് മംദാനി സ്ഥാനാർത്ഥിത്വം സ്വന്തമാക്കിയത്. ഇന്ത്യൻ സംവിധായക മീര നായരുടെയും ഉഗാണ്ടൻ എഴുത്തുകാരൻ മഹമ്മൂദ് മംദാനിയുടെ മകനാണ് സൊഹ്റാൻ മംദാനി. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.